ഫ്രണ്ട്സ്, ഹായ് മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ട്രിഗണോമെട്രി തന്നെ കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സൈൻ 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 sin x cos x, അതായത് 2 tan x by 1 plus tan square x. cos 2xന് എങ്ങനെയൊക്കെ പറയാം? cos square x minus sin square x, അല്ലെങ്കിൽ 2 cos square x minus 1, പിന്നെ 1 minus 2 sin square x, 1 minus tan square x by 1 plus tan square x. Okay. Tan 2x is equal to tan x by 1 minus tan square x. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. അടുത്തത് sin 3x. sin 3x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 sin x minus 4 sin cube x. cos 3x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 cos cube x minus 3 cos x. tan 3x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 tan x minus tan cube x by 1 minus 3 tan square x. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. sin x by 1 plus cos x എന്ന് തുല്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം sin 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 sin x cos x ആണ്. ഇവിടെ 2 ഇല്ല, അപ്പോൾ നമ്മളിങ്ങനെ ഉത്തരത്തിലേക്ക് അത് എന്ത് ഇട്ടാൽ മതി? x by 2 ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് വരും? sin x വരെ നമ്മൾ എന്ത് ഇട്ടെടുത്തു? 2 sin x by 2 cos x by 2. ഓക്കെ, അതുപോലെ നമുക്കറിയാവുന്ന കാര്യമാണ് cos 2x is equal to 2 cos square x minus 1 ആണ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് cos 2x plus 1 എന്ന് പറയുന്നത് 2 cos square x എന്ന് കിട്ടും. ഇവിടെയും 2x ഇല്ല, x ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ എന്താവും? x by 2. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 2 cos square x by 2. ഇതിലത്തെ cos x by 2 ഇതിലത്തെ ഒരു cos x by 2 വെട്ടിപ്പോയി, 2ഉം 2ഉം വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? sin x by 2ഉം cos x by 2. sin by cos എന്ന് പറഞ്ഞാൽ എന്താ? tan ആണ്. അപ്പോൾ ഇവിടെ എന്താ കിട്ടി? tan x by 2. അടുത്ത ചോദ്യം, tan a is equal to 3/4, tan b is equal to 1/7. കൂടാതെ എ ബി എന്നിവ ഒന്നാം ചതുർഥാംശത്തിലാണ്. എ പ്ലസ് ബിയുടെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് tan a plus b ആണ്. എന്താണ് tan a plus b? tan a plus b is equal to tan a plus tan b by 1 minus tan a tan b. ഇവിടെ tan a 3/4 തന്നിട്ടുണ്ട്, tan b എന്ന് പറയുന്നത് 1/7 തന്നിട്ടുണ്ട്. അപ്പോൾ tan എക്ക് പകരം 3/4 ഇട്ടു, tan ബിക്ക് പകരം നമ്മൾ 1/7 ഇട്ടു. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 1 എന്ന ആൻസർ കിട്ടും. അതായത് tan a plus b is equal to 1. ടാനിന് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് 1 കിട്ടാറ്? π/4. അപ്പോൾ a plus b is equal to എന്ത് വരും? π/4. അടുത്തൊരു ചോദ്യം നോക്കാം. sin 20 into sin 40 into sin 80യുടെ വിലയുണ്ട്. ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ മുൻപ് ചേർന്നതുണ്ട്. അതിലൊരു sin 16 കൂടി ഉണ്ടായിരുന്നു, അല്ല 16 ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനു മുൻപ് നമുക്കിതിൽ sin 14നും sin 80നും മാറ്റി എഴുതാം. sin 14നെ ഞാനിവിടെ sin 60 minus 20 എന്നും sin 80നെ ഞാൻ 60 plus 20 എന്ന് എഴുതി. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, sin a plus b into sin a minus b is equal to sin square a minus sin square b. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്തു. ഇവിടെ എ എന്ന് പറയുന്നത് 60 ആണ്, ബി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇത് രണ്ടും മാറ്റുമ്പോൾ sin square 60 minus sin square 20 എന്ന് വരും. ഓക്കെ, sin 60യുടെ വാല്യൂ നമുക്കറിയാം എന്താ? √3/2. അപ്പോൾ √3/2 ഹോൾ സ്ക്വയർ എന്ന് വരും, മൈനസ് sin 20 അങ്ങനെ തന്നെ ഇട്ടു. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? √3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 മൈനസ് sin square 20/4 ആണ്. sin 20 എപ്പോഴും ഇങ്ങനെ പുറത്ത് വരട്ടെ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 3 sin 20 minus 4 sin cube 20/4. ഇത് എന്തിൻ്റെ ഫോർമുലയാണ്? sin 3θയുടെ ഫോർമുലയാണ്. അതായത് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 20. അപ്പോൾ ഇതെന്ത് കിട്ടി? sin 3 into 20/4, അതായത് sin 60/4. അതായത് 1/4 ഇൻറ്റു sin 60യുടെ വാല്യൂ √3/2 എന്ത് കിട്ടും? √3/8 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇത് നമുക്കൊരു ഫോർമുല ആയിട്ടും പഠിക്കുന്നുണ്ട്. അതാണ് ഈ ഫോർമുല കൊടുത്തിരിക്കുന്നത്. sin a ഇൻറ്റു sin 60 മൈനസ് എ ഇൻറ്റു sin 60 പ്ലസ് എ ആണെങ്കിൽ 1/4 sin 3a ചെയ്താൽ മതി. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനിൽ എക്ക് പകരം 20 ആയിരുന്നു. അപ്പോൾ ശരിയല്ല, നോക്കിയേ, 1/4 ഇൻറ്റു sin 3 ഇൻറ്റു 20. 3 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 60. അതല്ല ഇവിടെ ചെയ്ത 1/4 ഇൻറ്റു sin 60. ഓക്കെ, കോസിനും അങ്ങനെയുണ്ട്. cos a ഇൻറ്റു cos 60 മൈനസ് എ ഇൻറ്റു cos 60 പ്ലസ് എ ഈസ് ഈക്വൽ ടു 1/4 cos 3a ആണ്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. cos 20 ഇൻറ്റു cos 40 ഇൻറ്റു cos 80യുടെ വിലയുണ്ട്. ഇവിടെ നേരത്തെ പ്രോബ്ലം പോലെയാണ്, കോസ് മാത്രമേ മാറി വന്നിട്ടുള്ളൂ.
നമുക്കറിയാം അവിടെ എ എന്തായിരുന്നു 20, ഇവിടെയും എന്താ വരിക 20 തന്നെ വരും അല്ല. cos 20 ഇൻറ്റു cos 60 മൈനസ് 20 ഇൻറ്റു cos 60 പ്ലസ് 20 എന്താ ഫോർമുല പറഞ്ഞത് 1/4 cos 3a, അതായത് 3 ഇൻറ്റു 20 കൊടുത്തപ്പോൾ എന്താ ആൻസർ കിട്ടി 1/8. ഓക്കെ, ഇതേ ഇക്വേഷൻ നമുക്ക് ടാനിൻ്റെ കാര്യത്തിലും പറയാം. അതായത് tan a ഇൻറ്റു tan 60 മൈനസ് a ഇൻറ്റു tan 60 പ്ലസ് a എന്ന് പറഞ്ഞാൽ tan 3a ആണ്. ഇനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. sin x പ്ലസ് cosec x ഇസ് ഇക്വൽ ടു 2 ആയാൽ sin റേസ് ടു nx പ്ലസ് sin cosec റേസ് ടു nx ൻ്റെ വിലയുണ്ട്. ഇത് രണ്ടും അതായത് sin x പ്ലസ് cosec x ഇസ് ഇക്വൽ ടു 2 ആവണമെങ്കിൽ sin എക്സും 1 ആവണം, cosec x ഇസ് ഇക്വൽ ടു 1 ആവണം. എന്താ സൈനിൻ്റെയും കൊസിക്കിൻ്റെയും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആ 1 ഇട്ട് കൊടുത്താൽ ഇനി എന്ത് കിട്ടുള്ളൂ 2 കിട്ടുള്ളൂ അല്ലേ. നമുക്കിവിടെ എന്ത് പറയാം sin x ഇസ് ഇക്വൽ ടു 1 cosec x ഇസ് ഇക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ എന്ത് വരും നമുക്ക് 1 റേസ് ടു n പ്ലസ് 1 റേസ് ടു n ഇസ് ഇക്വൽ ടു എന്ത് വരും 2. അതായത് sin x പ്ലസ് cosec x ഇസ് ഇക്വൽ ടു 2 ആയാൽ പവർ n വന്നാലും ആൻസർ എന്തായിരിക്കും 2 തന്നെയായിരിക്കും. അടുത്തൊരു ചോദ്യം, a പ്ലസ് ബി പ്ലസ് സി ഇസ് ഇക്വൽ ടു 180 എങ്കിൽ cosec a ഇൻറ്റു sin b cos c പ്ലസ് cos b sin c യുടെ വില. ഉത്തരം നോക്കാം. sin b cos c പ്ലസ് cos b sin c എന്തിൻ്റെ ഫോർമുല ഇത് sin b പ്ലസ് സിയുടെ ഫോർമുലയാണ് അല്ലേ. അപ്പം ഇതിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം cosec a ഇൻറ്റു sin b പ്ലസ് സി. ഓക്കെ, ഇനി sin b പ്ലസ് സിയിൽ ഇവിടെ b പ്ലസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 180 മൈനസ് എ എന്നതിൽ കൂടെ. അപ്പോൾ b പ്ലസ് സിക്ക് പകരം എന്ത് കൊടുത്തു 180 മൈനസ് എ. sin 180 മൈനസ് എ എന്താണ് sin a ആണ്. അപ്പോൾ ഇതിന് പകരം നമ്മൾ sin a കൊടുത്തു. cosec എന്ന് പറഞ്ഞാൽ എന്താ 1/sin a ആണ് അല്ലേ. അപ്പോൾ 1/sin a ഇൻറ്റു sin a എന്ന് പറഞ്ഞാൽ എന്ത് വരും 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര വരുന്നത് 1. അടുത്ത കുറച്ച് ഇക്വേഷൻസ് ആണ്. നമ്മളോട് ജനറൽ സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ആവശ്യം നമുക്ക്. sin x ഇസ് ഈക്വൽ ടു 0 ആവുന്നത് ഏത് കേസിലാണ് x ഇസ് ഈക്വൽ ടു n π ആകുമ്പോഴാണ്. അതായത് n ബിലോങ്സ് ടു z എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ്. അതുപോലെ cos x ഇസ് ഈക്വൽ ടു 0 എപ്പോഴാണ് x ഇസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു π/2 ആകുമ്പോഴാണ്. tan x ഇസ് ഈക്വൽ ടു 0 എപ്പോഴാണ് x ഇസ് ഈക്വൽ ടു n π ആകുമ്പോഴാണ്. sin x ഇസ് ഈക്വൽ ടു sin y എപ്പോഴാകുന്നത് x ഇസ് ഈക്വൽ ടു n π പ്ലസ് മൈനസ് 1 റേസ് ടു n y ആകുമ്പോഴാണ്. cos x ഇസ് ഈക്വൽ ടു cos y എപ്പോഴാവുക x ഇസ് ഈക്വൽ ടു 2n π പ്ലസ് ഓർ മൈനസ് y ആകുമ്പോഴാണ്. tan x ഇസ് ഈക്വൽ ടു tan y ആകുന്നത് എപ്പോഴാണ് x ഇസ് ഈക്വൽ ടു n π പ്ലസ് y ആകുമ്പോഴാണ്. ഇവിടെ n എന്ന് പറയുന്നതൊക്കെ ബിലോങ്സ് ടു z ആണ് കേട്ടോ. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. sin x ഇസ് ഈക്വൽ ടു √3/2 ഇവിടെ പ്രഥമ പരിഹാരം അതായത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മുടെ x ബിലോങ്സ് ടു 0 to 2π എന്ന ഇൻ്റർവെല്ലായിരിക്കണം. ഇവിടെ ക്ലോസ്ഡും ഇവിടെ ഓപ്പൺ ആയിട്ടാ. അങ്ങനെയുള്ള എക്സുകളാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്വാഡ്രന്റ് വരയ്ക്കുക. ASTC അറിയാലോ, ഓൾ പോസിറ്റീവ്, സൈൻ കൊസിക് പോസിറ്റീവ്, ടാൻ കോട്ട് പോസിറ്റീവ്, കോസ് സീക്ക് പോസിറ്റീവ്. ഇവിടെ തീറ്റ, ഇവിടെ പൈ മൈനസ് തീറ്റ, ഇവിടെ പൈ പ്ലസ് തീറ്റ, ഇവിടെ 2π മൈനസ് തീറ്റ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സൈൻ പോസിറ്റീവാണ്. സൈൻ പോസിറ്റീവ് ഏത് ക്വാഡ്രന്റിലേക്കാണ് ഫസ്റ്റും സെക്കൻഡിലാണ് എന്ത് സൈൻ പോസിറ്റീവ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ sin x ഇസ് ഈക്വൽ ടു √3/2 വാല്യൂ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ തീറ്റ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ π/3 ആണ് എന്ത് വരിക തീറ്റ. ഇനി ഇപ്പോൾ തീറ്റ കിട്ടി, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ക്വാഡ്രന്റിലാകുമ്പോൾ π മൈനസ് തീറ്റ. π മൈനസ് തീറ്റ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും 2π/3. അതിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും √3/2. ഓക്കെ, ഇന്നത്തെ അടുത്തത് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം പിന്നത്തെ അടുത്തത് കണ്ടുപിടിച്ചാൽ ഈ ഇൻ്റർവെല്ലിൽ വരില്ല. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്നുള്ളത് എഴുതിയതാണ്. Sign is positive in the first and second quadrant. There are no other solution in the interval 0 to π. Okay. ഈ ഇൻ്റർവെല്ലിൽ കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻ അതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻ വെച്ചാൽ കണ്ടുപിടിക്കുന്നത് അത് നമ്മുടെ ജനറൽ സൊല്യൂഷനാണ്. അതായത് ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ π/3 ആൻഡ് 2π/3. tan x ഇസ് ഈക്വൽ ടു -1/√3 പ്രിൻസിപ്പൽ സൊല്യൂഷനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം വരച്ചു വെച്ചു. നോക്കി, ടാൻ നെഗറ്റീവാണ്. ഏതിലൊക്കെ നെഗറ്റീവ് വരും സെക്കൻഡിൽ നെഗറ്റീവാണ്, ഫോർത്തിലും നെഗറ്റീവാണ്. ടാൻ പോസിറ്റീവ് എവിടെയൊക്കെയാണ് ഫസ്റ്റിലും തേർഡിലും. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെ ആവശ്യം π മൈനസ് തീറ്റയും ആവശ്യമുണ്ട്, 2π മൈനസ് തീറ്റ. ഇത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തീറ്റ കണ്ടുപിടിക്കണം. നമുക്ക് ഇതിൻ്റെ ഇക്വേഷനിൽ നിന്ന് തീറ്റ എന്തായിരിക്കും π/6 ആയിരിക്കും. കാരണം ടാൻ π/6 ആണ് എന്ത് 1/√3. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ π മൈനസ് തീറ്റ. π മൈനസ് തീറ്റ കണ്ടുപിടിച്ചപ്പോൾ 5π/6 കിട്ടി. 2π മൈനസ് തീറ്റ കണ്ടുപിടിച്ചപ്പോൾ 11π/6 കിട്ടി. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ വാല്യൂ എന്താ വരിക
5π/6 11π/6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കോസ് എക്സ് ഇസ് ഈക്വൽ ടു 1/2. കോസ് പോസിറ്റീവ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പോസിറ്റീവ് ഏതിലേക്ക് വരും? ഫസ്റ്റിലും വരും ഫോർത്തിലും വരും അല്ലേ. ഫസ്റ്റിൽ തീറ്റ, പിന്നെ ഫോർത്തിൽ 2π - തീറ്റ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് തീറ്റ എന്ത് കിട്ടും? π/3 അല്ലേ. കോസ് π/3 ആണ് എന്ത്? 1/2. ഇനി അപ്പോൾ തീറ്റ കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 2π - തീറ്റ. അപ്പോൾ 2π - തീറ്റ എന്താ? 2π - π/3. അപ്പോൾ എന്ത് കിട്ടി? 5π/3. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ, അതായത് പ്രഥമ പരിഹാരം എന്ത് വരും? π/3ഉം 5π/3. ഓക്കെ, ഇനി വീണ്ടും കുറച്ച് ഇക്വേഷൻസ് പഠിക്കാം. ഇഫ് a + b + c = 180, tan a + tan b + tan c = tan a × tan b × tan c. ഇത് എയും ബിയും സിയും ആംഗിളുകളുടെ സമം എന്ന് 180 ആണെങ്കിലാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. അടുത്തത് എ സൈൻ ± b കോസ് തീറ്റ എന്നതിലെ ഏറ്റവും കൂടിയ വാല്യൂ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഫോമിൽ തന്നിട്ട്, ഇക്വേഷൻ ഇങ്ങനെ ഒരു ഫോമിൽ തന്നിട്ട് അതിൻ്റെ ഏറ്റവും വലിയ വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ. വലിയ വാല്യൂ കിട്ടുക നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ ഇതിൻ്റെയും സ്ക്വയർ എടുക്കുമ്പോഴാണ്. അതോടെ പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ചെറിയ വാല്യൂ, ഏറ്റവും കുറഞ്ഞ വാല്യൂ എങ്ങനെ കിട്ടുക? -√a² + b² ചെയ്യുമ്പോഴാണ്. ഇനി ഇത് രണ്ടും ഇവിടെ സൈനും കോസും ആണ്. ഇനി അടുത്തത് ഇതിൻ്റെ ഒപ്പം ഒരു കോൺസ്റ്റൻറ്റും കൂടി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. a cos തീറ്റ ± b sin തീറ്റ + c എന്നതിൻ്റെ ഏറ്റവും കൂടിയ വില എന്ന് പറയുന്നത് എന്താ? c + √a² + b² ആണ്. ഇതേ ഇക്വേഷൻ്റെ കുറഞ്ഞ വില എന്ത് വരും? c - √a² + b². ഓക്കെ, ചോദ്യം നോക്കാം. f(x) = 3 sin x + 4 cos x എങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയും ഏറ്റവും കൂടിയ വിലയും കണ്ടെത്തുക. കൂടിയ വില എങ്ങനെ കണ്ടുപിടിക്കുക? √3² + 4². കുറഞ്ഞ വില -√3² + 4². ഓക്കെ, അടുത്തൊരു പ്രോബ്ലം. sec തീറ്റ + tan തീറ്റ = p ആണെങ്കിൽ കോസ് തീറ്റയുടെ വില. ഇങ്ങനത്തെ കുറേ പ്രോബ്ലങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ കുറച്ച് പ്രോബ്ലംസേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ പി ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിൽ ഏതാ വരിക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, sec തീറ്റ + tan തീറ്റ = p. sec തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1/cos തീറ്റയാണ്. tan തീറ്റ എന്ന് പറഞ്ഞാൽ sin തീറ്റ/cos തീറ്റയാണ്. 1 + sin θ/cos θ = p. അതിന് ഒന്നൊന്നും ഇടാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കോസ് തീറ്റേനെ ഇങ്ങോട്ട് കൊടുക്കും. അതിനുശേഷം രണ്ട് ഭാഗത്തും സ്ക്വയർ എടുക്കും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1 + sin θ² = p² cos² തീറ്റ. ഇനി ഈ സ്ക്വയർ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, +2 × sin θ + sin² θ = p² cos² തീറ്റ. ഇതെന്താ ചെയ്യുന്നത്? ഈ sin² തീറ്റയ്ക്ക് പകരം ഞാൻ എന്തിട്ട് കൊടുത്തു? 1 - cos² തീറ്റ എന്ന് ഇട്ട് കൊടുത്തു. ഇനി കോസിൻ്റെ ടേമുള്ള ഒരു സ്ഥലത്തേക്കും സൈൻ്റെ ടേമും കോൺസ്റ്റൻ്റ് ഒരു സ്ഥലത്തേക്കും ആക്കി. ഇവിടെ എന്ത് വരും? 1 + 1 2 + 2 sin θ = cos² തീറ്റ അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ എന്താവും? p² cos² തീറ്റ + cos² തീറ്റ. ഇതിൽ നിന്ന് cos² തീറ്റ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് വന്നു? p² + 1 × cos² തീറ്റ. അടുത്തത് ഈ cos² വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ എന്താവും? 2 × 1 + sin θ/cos θ = p² + 1 × cos θ എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് മുകളിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് എന്താ? 1 + sin θ/cos θ എന്ന് പറഞ്ഞാൽ p ആണ്. അപ്പോൾ ആ ഈ ഇക്വേഷന് ഇതിന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും? p ഇട്ട് കൊടുക്കും. അപ്പോൾ എന്തായി? 2p = p² + 1 × cos θ. അതായത് cos θ = എന്ത് വരും? 2p/p² + 1. ഓക്കെ, അടുത്തത് tan 3x = 1 ആയാൽ പൊതുമൂല്യം ഏത്? പൊതുമൂല്യം എന്ന ജനറൽ സൊല്യൂഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ tan 3x = 1 എപ്പോഴാവുക? ടാനിൻ്റെ വാല്യൂ എപ്പോഴാണ് 1 ആവുക? tan 3x = tan π/4 ആകുമ്പോഴാണ്. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? tan x = tan y ആണെങ്കിൽ x = എന്തായിരിക്കും? nπ + y ആയിരിക്കും. ഇവിടെ y എത്ര കിട്ടിയിരിക്കുന്നത് നമുക്ക്? π/4. അതായത് x(3x) = nπ + π/4. ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? x = nπ/3 + π/12 അല്ലേ. 4 × 3 എന്ന് പറഞ്ഞാൽ 12. ഇതാണ്, ഇങ്ങനെയാണ് ജനറൽ സൊല്യൂഷൻ കാണാം. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണുമ്പോൾ നമ്മുടെ ഇൻ്റർവെല്ലിലുള്ളത്, അതായത് 2π ഉള്ളിൽ വരുന്ന വാല്യൂസേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. sin x + cos x = 1 എന്ന സമവാക്യത്തിൻ്റെ പൊതുമൂല്യം വരും. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത്? പ്രോബ്ലം ഇത്തിരി വളഞ്ഞ വഴിക്കാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലെല്ലാ ടേമിനെയും √2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ എന്ത് വരും? ഇവിടെ 1/√2 × sin x + 1/√2 ×
കോസ് എക്സ് ഈസ് ഈക്വൽ ടു 1/√2 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ 1/√2 എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് π/4 ആണ്. അതുപോലെ തന്നെ 1/√2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സൈൻ π/4 ആണ്. ഒരു ഇക്വേഷൻ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ഇക്വേഷൻ്റെ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു 1/√2. നമുക്കറിയാം സൈൻ എ പ്ലസ് ബി എന്താ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അപ്പോൾ ഇതെങ്ങനെ മാറി? സൈൻ എക്സ് പ്ലസ് π/4 എന്ന് മാറി. ഇനി 1/√2 എങ്ങനെ മാറ്റിയത്? ഇവിടെ സൈൻ ആയതുകൊണ്ട് സൈൻ്റെ ടൈമിൽ എഴുതി എന്താ? സൈൻ π/4 എന്ന് എഴുതി. ഇതിപ്പോൾ എന്താ? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ. നമുക്കറിയാം സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1/n വൈ ആണ്. ഇവിടെ വൈ π/4 ആണ്, എക്സ് പ്ലസ് π/4 ആണ്. ഇട്ട് കൊടുത്തു. എക്സിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് π/4 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ജനറൽ സൊല്യൂഷൻ എൻ പൈ പ്ലസ് -1/n π/4 π/4. അടുത്തൊരു ക്വസ്റ്റ്യൻ. tan തീറ്റ പ്ലസ് tan 4θ പ്ലസ് tan 7θ ഇസ് ഈക്വൽ ടു tan തീറ്റ tan 4θ tan 7θ ആയാൽ തീറ്റ. നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇവിടെ ഇത് തന്നിട്ട് നമ്മളോട് തീറ്റയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൈ അല്ല നമ്മൾ ഉപയോഗിക്കുക. ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എൻ പൈ. ഓക്കെ, അപ്പോൾ തീറ്റ പ്ലസ് 4θ പ്ലസ് 7θ ഇസ് ഈക്വൽ ടു എൻ പൈ. ഇതിൽ നിന്ന് 12θ ഇസ് ഈക്വൽ ടു എൻ പൈ. തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എൻ π/12. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.